ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഇന്ന് രാത്രി 8 മണി മുതൽക്ക് നമ്മുടെ പൗർണമി തിഥി ആരംഭിക്കുകയാണ്. കൃത്യമായി പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്നു രാത്രി 7:33 പൗർണമി തിഥി ആരംഭിക്കുകയാണ്. പൗർണമി തിഥി വഴിപാടും അതുപോലെ തന്നെ നമ്മുടെ ചൊവ്വാഴ്ച ദിവസം കർക്കിടക ചൊവ്വാഴ്ചയായ ഇന്നത്തെ മുരുക വഴിപാടും ഒരുമിച്ച് ചെയ്താൽ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഏത് കാര്യങ്ങൾ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഏത് വിഷമങ്ങൾ തീരുവാൻ വേണ്ടി സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്യുകയാണെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടും. നമ്മൾ ഏത് പ്രാർത്ഥനകളാണോ മനസ്സുരുകി ഉള്ളുരുകി മുരുക ഭഗവാന്റെ മുൻപിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന ഉടൻ തന്നെ നിറവേറി കിട്ടുന്നതായിരിക്കും. ഇന്ന് രാത്രിയിൽ വരുന്ന 8 മണി മുതൽക്ക് 9 മണി വരെയുള്ള സമയത്തെ ചൊവ്വ ഹോര സമയം എന്നാണ് പറയുന്നത്. സാധാരണ രാവിലെ 6 മണി മുതൽക്ക് 7 മണി വരെയും ഉച്ച സമയത്ത് 1 മണി മുതൽക്ക് 2 മണി വരെയും രാത്രിയിൽ 8 മണി മുതൽക്ക് 9 മണി വരെയും വരുന്ന സമയമാണ് ഈ ചൊവ്വ ഹോര സമയമായിട്ട് വരുന്നത്. നമുക്ക് പൗർണമി തിഥിയോടുകൂടിയുള്ള വഴിപാടാണ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി 8 മണി മുതൽക്ക് 9 മണി വരെയുള്ള സമയത്താണ് ഞാനിവിടെ പറയുവാൻ പോകുന്ന ഈ ഒരൊറ്റ ചെറിയ വഴിപാടും ഞാനിവിടെ ചൊല്ലുവാൻ പോകുന്ന ഒരു മന്ത്രവും നമ്മൾ ജപിക്കേണ്ടത്. അതായത് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ മുരുക ഭഗവാന്റെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ വേലുണ്ടെങ്കിൽ നമുക്ക് അഭിഷേകം ഇന്ന് നിർബന്ധമായും ചെയ്യണം. അഭിഷേകം നിർബന്ധമായും ചെയ്യണമെന്ന് പറയുന്നത് സാധാരണ നമ്മൾ വിഗ്രഹം വേൽ എന്നിവയെല്ലാം വെച്ച് വഴിപാട് ചെയ്യുന്ന സമയത്ത് ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ കുറഞ്ഞത് മാസത്തിൽ ഒരിക്കലെങ്കിലും അഭിഷേക വഴിപാട് ചെയ്യണം എന്ന് പറയുന്നത് നമ്മൾ ആ വിഗ്രഹത്തെ തണുപ്പിക്കുകയും നമ്മൾ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. വളരെ അധികം അവസരമൊന്നുമില്ലാതെ സമാധാനത്തോടുകൂടി നമ്മുടെ വീട്ടിലെ വിഗ്രഹങ്ങളെ നമ്മൾ അഭിഷേകം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സും ഭഗവാനോട് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് അഭിഷേകം ചെയ്യണമെന്ന് ചോദിച്ചാൽ ആദ്യം ശുദ്ധമായ ജലമൊഴിക്കുക, പിന്നീട് പനിനീര്, അതുപോലെ തന്നെ തേന്, അതും അല്ലെങ്കിൽ നമുക്ക് മഞ്ഞൾ കലർത്തിയ വെള്ളം കൊണ്ടും കുങ്കുമം കലർത്തിയ വെള്ളം കൊണ്ടും ഭസ്മം കലർത്തിയ വെള്ളം കൊണ്ടും നമുക്ക് അഭിഷേകം ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ട്, പാലുണ്ട്, തൈരുണ്ട് എന്നിവയെല്ലാം ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ 5 സാധനങ്ങൾ കൊണ്ടോ 7 സാധനങ്ങൾ കൊണ്ടോ അഭിഷേകം ചെയ്യാം. അഭിഷേകം ചെയ്ത് ആ വിഗ്രഹത്തിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ട് തൊട്ട് ചുവന്ന നിറത്തിലുള്ള പൂക്കൾ സമർപ്പിച്ച് അതുപോലെ തന്നെ നൈവേദ്യമായിട്ട് ഏത് പഴവർഗ്ഗങ്ങളാണെങ്കിലും അത് വെച്ച് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് മുരുക വഴിപാടിന് വേണ്ടി മാത്രമുള്ള ഒരു ദിവസമല്ല, ആടി തപസ് എന്ന് പറയും. അതായത് നമ്മളെല്ലാവരും വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ട്. പ്രദോഷ വ്രതം, അതുപോലെ തന്നെ ഷഷ്ഠി വ്രതം, ഏകാദശി വ്രതം എന്നിവയെല്ലാം നമ്മൾ വ്രതം അനുഷ്ഠിക്കും. പക്ഷേ ദേവി ഗോമതി അമ്മ നമുക്കെല്ലാവർക്കും വേണ്ടിയും ഭഗവാന്റെ അനുഗ്രഹത്തിനു വേണ്ടിയും വ്രതമനുഷ്ഠിച്ച ഒരു ദിവസമാണ് കർക്കിടക മാസത്തിലെ തപസ് എന്ന് പറയുന്ന ആടിത്തപസ് ദിനം. ആടിത്തപസ് ദിനം എന്ന് പറയുന്നത് കർക്കിടകത്തിലെ പൗർണമി തിഥിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം മുതൽക്ക് നാളെ 8 മണി വരേക്കാണ് ഈ പൗർണമി തിഥി ഉള്ളത്. അപ്പോൾ ആടിത്തപസ്സും ഇന്ന് ദിവസത്തിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ നാളെയും അതുപോലെ തന്നെ ശങ്കരൻ കോവിൽ എന്ന് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം അവിടെയാണ് ഈ ആടിത്തപസ് ഏറ്റവും പ്രധാനം. നമ്മൾ മുരുക വഴിപാട് ചെയ്യുന്നവരാണെങ്കിൽ കൗമാരത്തിൽ വിശ്വസിക്കുന്നവരും അതുപോലെ തന്നെ ശിവഭഗവാനിൽ വഴിപാട് ചെയ്യുന്നവരാണെങ്കിൽ ശൈവത്തിൽ വിശ്വസിക്കുന്നവരും വിഷ്ണു ഭഗവാനെ വഴിപാട് ചെയ്യുന്നവരാണെങ്കിൽ വൈഷ്ണവത്തിൽ വിശ്വസിക്കുന്നവരുമാണ് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എല്ലാ ദൈവങ്ങളെയും ഒരുപോലെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് അല്ലേ. നമ്മൾ ഇന്ന് മുരുക ഭഗവാനെ വഴിപാട് ചെയ്തു എന്ന് പറഞ്ഞ് നാളെ നമ്മുടെ പെരുമാളിനെ വഴിപാട് ചെയ്യാണ്ടിരിക്കുമോ? ഇല്ല. നമ്മൾ ശിവഭഗവാനെ പ്രാർത്ഥിക്കാതിരിക്കുമോ? ഇല്ല. പക്ഷേ അന്ന് കാലത്ത് തന്നെ ശങ്കരാചാര്യർ 3 പേരുടെയും പേരിൽ ആരും തന്നെ വേർപിരിഞ്ഞിരിക്കരുത് എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ ആടിത്തപസ് ദിനത്തിൽ ശങ്കരനാരായണ വഴിപാടിനെക്കുറിച്ചും ദേവീ വഴിപാടിനെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയും അതുപോലെ തന്നെ നാളെയും മഹാവിഷ്ണുവിനെയും ശിവഭഗവാനെയും പാർവതീദേവിയെയും വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അത് പരിപൂർണമായും തുടച്ചു നീക്കപ്പെടും എന്നുള്ളത് സത്യമായ ഒരു കാര്യമായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പറയുന്നത് അമ്മയ്ക്കും അച്ഛനും അതുപോലെ തന്നെ മാമനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായ ആടിത്തപസ് ദിനമായ പൗർണമി തിഥി തുടങ്ങുന്ന ദിവസം മുതൽക്ക് തപസ് തുടങ്ങുകയാണല്ലോ. അപ്പോൾ ആ ഒരു ദിവസത്തിൽ
വിധത്തിൽ നമുക്ക് ഇന്ന് സുബ്രഹ്മണ്യ സ്വാമിയെ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കാം. എങ്ങനെയാണ് അഭിഷേകം ചെയ്യുന്നത്? നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികൾ കന്ദർ അനുഭൂതിയിൽ പറയുന്ന ഒന്നാണ്. ആടും പരിവേൽ അണി സേവലന് പാടും പണിയെ പണിയാ അരുൾവായ് തേടും കയമ മുഖനെ സെരുവിൽ സാടും തൻ യാനെ സഹോദരനെ എന്നുള്ള മന്ത്രം ജപിക്കുകയാണ്. അതായത് നമ്മൾ ഒരു കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സമയത്ത് ഓരോ പാട്ടുകൾ പാടില്ലേ, അതുപോലെ അരുണഗിരിനാഥർ സ്വാമികൾ നമ്മുടെ മുരുക ഭഗവാനെ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ചൊല്ലുന്ന വരികളാണ് ഇവ. ഇത് കന്ദർ അനുഭൂതിയിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. ആടും പരി വേൽ, പരി എന്ന് പറയുമ്പോൾ മയിൽ, അതുപോലെ തന്നെ വേൽ, അതുകൂടെ തന്നെ സേവൽ എന പാടും പണിയെ പണിയാ അരുൾവ എന്ന് തുടങ്ങുന്നു. അതായത് മയിലിനെയും വേലിനെയും സേവലിനെയും പാടുന്ന പണി മാത്രമാണ് എനിക്ക് അങ്ങ് തന്നു അനുഗ്രഹിക്കേണ്ടത് മുരുക. തേടും കയമാ മുഖനെ ചെരുവിൽ എന്ന് പറയുന്ന സമയത്ത് എന്നെ നോക്കി വരുന്ന വിനകൾ, കർമ്മഫലങ്ങൾ, പാപങ്ങൾ, അതായത് ആഴത്തിലുള്ള എൻ്റെ കർമ്മഫലങ്ങളെ എല്ലാം തന്നെ നിങ്ങൾ എത്ര വീരനാണ് എന്നുള്ള കാര്യം എനിക്കറിയാം. എത്രയോ അസുരന്മാരെ ഇല്ലാതാക്കിയ മുരുക ഭഗവാനെ എന്നെ തേടി വരുന്ന അസുരഗണത്തിൽപ്പെട്ട കർമ്മഫലങ്ങളെയും പാപങ്ങളെയും രോഗങ്ങളെയും ഇല്ലാതാക്കി തരണം. അതിനുവേണ്ടി എനിക്ക് എന്തു തരണം? സദാസമയവും അങ്ങയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ എൻ്റെ മനസ്സിൽ ഉണ്ടാകുവാൻ പാടുള്ളൂ. എൻ്റെ യാനെ മുഖ സഹോദരനെ, യാനെ മുഖ സഹോദരൻ എന്ന് പറയുമ്പോൾ വിനായക ഭഗവാന്റെ സഹോദരനെ എന്നാണ് നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികൾ പറയുന്നത്. സാധാരണ അഭിഷേകം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടി ഇങ്ങനെ കുളിപ്പിക്കുന്ന സമയത്ത് അവർ ചിരിച്ചുകൊണ്ട് നമ്മളെ നോക്കും. അതുപോലെ ഈ പാട്ട് നമ്മൾ പാടുന്ന സമയത്ത് മുരുക ഭഗവാൻ നമ്മളെ ചിരിച്ചുകൊണ്ട് നോക്കിയിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ പെട്ടെന്ന് നിറവേറ്റി തരും എന്നാണ് അരുണഗിരിനാഥർ സ്വാമികൾ കന്ദർ അനുഭൂതിയിൽ പറയുന്നത്. ഒന്നുകൂടി പറയാം. ആടും പരിവേൽ അണി സേവലന് പാടും പണിയെ പണിയായി അരുൾവായ് തേടും കയമ മുഖനെ സെരുവിൽ സാടും തനിയാനെ സഹോദരനെ എന്നുള്ള ഈ ഒരു 6 വരികളാണ് നമ്മൾ മുരുക ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന സമയത്ത് പാടേണ്ടത്. എത്ര തവണ ചൊല്ലണം? 6 പ്രാവശ്യം നിങ്ങളിത് പ്രാർത്ഥിക്കുക. ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം ദീപധൂപ ആരാധനകളെല്ലാം കാണിക്കാം. ഇതിനിടയിൽ നമുക്ക് അഭിഷേകം കഴിഞ്ഞതിന് ശേഷം ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം നമുക്ക് 108 പ്രാവശ്യം ജപിക്കാം. ഇങ്ങനെ ജപിച്ച് ദീപധൂപ ആരാധനകളെല്ലാം കാണിച്ച് ഒരു 10-15 മിനിറ്റ് ദീപം തെളിയട്ടെ. നെയ്ദീപം തെളിയിക്കുവാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ദീപം നമുക്ക് അണയ്ക്കുന്ന സമയത്ത് അവിടെ സമർപ്പിച്ചിരിക്കുന്ന നൈവേദ്യം എടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ ഒരു മന്ത്രജപം എന്ന് പറയുന്നത് എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ജപിക്കേണ്ട ഒരു മന്ത്രജപമാണ് ഇത്. മുരുക ഭഗവാന്റെ പരിപൂർണ അനുഗ്രഹത്തിനു വേണ്ടി അരുണഗിരിനാഥർ സ്വാമികൾ നമ്മളോട് എല്ലാവരോടും ചേർന്ന് പാടുവാൻ പറഞ്ഞിട്ടുള്ള ഒന്നാണ് കന്ദർ അനുഭൂതിയിലെ ഈ വരികൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ നിത്യവും എങ്ങനെയാണോ ഉരുവായ് അരുവായ് എന്ന് തുടങ്ങുന്ന വരികൾ നമ്മൾ ചൊല്ലുന്നത് അതുപോലെ തന്നെ ഇതും നമുക്ക് ജപിക്കാവുന്നതാണ്. ഇനി പലർക്കും സംശയമുണ്ടാകും, ഇന്ന് ഞങ്ങൾക്ക് പീരിയഡ്സ് ആണ്, അല്ലെങ്കിൽ അറിയാതെ നോൺ വെജ് കഴിച്ചു പോയി, ഞങ്ങൾ എന്തു ചെയ്യണം? എന്നും ഞാൻ പറയുന്നത് പോലെ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം നിങ്ങൾ ഇന്ന് എഴുതുക. എത്ര പ്രാവശ്യം? 108 പ്രാവശ്യം അല്ലെങ്കിൽ 208 പ്രാവശ്യം. ഒരൊറ്റ ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് ഇന്ന് എഴുതാവുന്നതാണ്. എഴുതുന്നതിനും മനസ്സിൽ നമ്മൾ മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനും യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും തന്നെ നമ്മുടെ മുൻപിൽ ഇല്ല എന്നുള്ള കാര്യം ഞാൻ വീണ്ടും വീണ്ടും എല്ലാ വീഡിയോകളിലൂടെയും നിങ്ങളുടെ മുൻപിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഇത് എഴുതാവുന്നതാണ്. ഇനി അതിനും എനിക്ക് സാധിക്കില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴെല്ലാം സമയം കിട്ടുന്നുവോ അപ്പോഴെല്ലാം മുരുക 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 എന്ന് വിളിക്കാം. കന്ദ, കടമ്പ, കതിർവേല, ജ്ഞാനപണ്ഡിത, ആറുമുഖനെ എന്നിങ്ങനെ ഏത് മുരുക ഭഗവാന്റെ പേരുകൾ വേണമെങ്കിലും സദാസമയം നമ്മൾ മനസ്സിൽ ധ്യാനിക്കുന്നത് മുഖാന്തരം മുരുക ഭഗവാന്റെ പരിപൂർണ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളതിൽ തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് രാത്രി 8 മണി മുതൽ 9 മണി വരേക്ക് ഉള്ള സമയത്ത് വെറ്റില ദീപം തെളിയിക്കുന്നവർ, അതുപോലെ തന്നെ പരിപ്പ് ദീപം തെളിയിക്കുന്നവർ എല്ലാവരും തന്നെ ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. ഇനി ഈ ഒരു സമയം വിട്ടുകളഞ്ഞു എന്നുണ്ടെങ്കിലും സാരമില്ല. ഇന്ന് രാത്രി ചൊല്ലാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ നാളെ രാവിലെയോ നാളെ വൈകുന്നേരം 6 മണിക്ക് ദീപം തെളിയിക്കുമ്പോഴോ ഈ ഒരു
നമ്മുടെ കന്ദരാനുഭൂതിയിലെ വരികൾ ചൊല്ലാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മുരുക വഴിപാടുകളെക്കുറിച്ചും മുരുക മന്ത്രങ്ങളെക്കുറിച്ചും എല്ലാം നിങ്ങൾക്ക് കൂടുതൽ അറിയുവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഇതുപോലുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.